ഹായ് ഫ്രണ്ട്സ്, ഇത് 2 ദിവസം മുന്നുള്ള വീഡിയോ കേട്ടോ. ഇത് ഇടാൻ കുറച്ച് ലേറ്റായി, കാരണം എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. മക്കളെ പിന്നാലെ ഓടിയിട്ട് അതിനുള്ളൊരു ടൈം കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് ലേറ്റായി പോയത്. ഒരു കുഞ്ഞു വീഡിയോ, അതിന് മാത്രം ലേറ്റ് ആകാൻ മാത്രം ചെയ്യാനൊന്നുമില്ല. എന്നാലും നമുക്കൊരു ടൈം കിട്ടണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2 ദിവസം എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു. വീട്ടിൽ നിന്ന് വന്ന് ഉള്ളൊരു ഡെയിലി വ്ളോഗാണ്. ഫുള്ളൊന്നുമില്ല, എന്നാലും ഒരു ഹാഫ്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് വന്ന് എന്താ ഉണ്ടാക്കാന്നൊക്കെ നോക്കി ഫ്രിഡ്ജിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പം കുറച്ച് മുട്ട കണ്ടു, കോഴിമുട്ട കണ്ടു. അപ്പോൾ അത് വെച്ച് കറി വെക്കാം, പിന്നെ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ എല്ലാവരും കഴിച്ചോളല്ലോ രാവിലെ. അതൊരു സംഭവമാണല്ലോ, തേങ്ങ അരച്ച മുട്ടക്കറി. അങ്ങനെ ഒരു പണ്ടേ പോരുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ രാവിലെ പത്തിരി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കുകയാണ്. അതിനുള്ള വെള്ളം വെച്ചു, പൊടി വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ മക്കൾ ഉറങ്ങിയായിരുന്നു, മോൾ എണീറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവൾക്ക് ചായ കൊടുക്കാമെന്ന് ചോദിച്ചു. ചായയൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആറി തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കൊന്ന് പൊടിയൊക്കെ ഒന്ന് ആറി തണുക്കല്ലോ, എന്നിട്ട് അതൊക്കെ കുഴച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവൾക്ക് ചായ കൊടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പോയിരുന്നു, പക്ഷെ അതൊന്നും സമ്മതിച്ചിട്ടില്ല. ആൾ നല്ല വാശിയൊക്കെ ആയിരുന്നു. രാവിലെ എണീറ്റ് വരുമ്പോൾ മക്കളെ കാര്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് അത് എടുത്തിട്ടില്ല. പിന്നെ പൊടിയൊക്കെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇനി പരത്തി എടുത്തിട്ട് അപ്പോഴേക്ക് കറി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഉണ്ടാക്കി മാറ്റി വെക്കണം, എന്നിട്ട് വേണം പത്തിരി ചുടാൻ. മുട്ടക്കറി ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് തക്കാളി, വെല്ലുള്ളി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി എന്ന സാധനങ്ങളൊക്കെ ഇട്ട്, ഇഞ്ചി ഒക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. സവാള അധികം ഇടാൻ പാടില്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ തേങ്ങ അരച്ച കറിയല്ലേ, എല്ലാവർക്കും അറിയാൻ മതിയാവും. ഓവറായിട്ട് ഇട്ടാലും മധുരമൊക്കെ വരും, പിന്നെ ചണ്ടി പോലായി കിടക്കും. അപ്പോൾ തക്കാളി ഇടുന്നതാണ് നല്ലത്, ഉള്ളി കുറവാക്കി ഇടുന്നത് നല്ലത്. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പത്തിരി അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പരത്തി വെക്കുന്നുണ്ട് കേട്ടോ. ആ പണി കഴിഞ്ഞല്ലോ, ഓരോന്നോരോന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആവുമല്ലോ. ഇനി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം മക്കൾ എണീച്ചാൽ അവർക്ക് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള പണിയിലേക്ക് കടക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒരുവിധം, പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ട്. രാവിലത്തത് അപ്പം കഴിയല്ലോ പെട്ടെന്ന്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക്. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി. ഇനി ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിച്ചതാണ്. എല്ലാവരും പുഴുങ്ങിയൊക്കെയാണ് ഇടൽ. പുഴുങ്ങിയത് അത് ടൈമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെയാണ് പൊട്ടിച്ച് ഒഴിച്ചതാണ്. ഇനി അതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിട്ടാൽ നമ്മൾ കറി സെറ്റായിട്ടുണ്ട്. കാണാൻ വലിയ കോലൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്കിട്ട സ്പൈസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട്, അങ്ങനെ കുറച്ച് ഓവറായിട്ടുള്ള ഒന്നും ഇട്ടിട്ടില്ല. എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഫുഡ് കൊടുത്ത് ഇനി ഞാൻ മുറ്റടിക്കാനുള്ള എൻ്റെ പണികളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുറ്റടിക്കലാണ് എല്ലാവരും ചെയ്യുക, പക്ഷേ ഞാൻ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാമല്ലോ. ഞാൻ എണീറ്റ് വരാൻ കുറച്ച് വൈകും, കാരണം എന്താ വെച്ചാൽ മക്കളൊക്കെ എണീക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട് കുറച്ച് നേരം അവിടെ കിടന്നു കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം ലേറ്റാവും എണീക്കാനല്ല, എണീറ്റിട്ടുണ്ടാവും, പക്ഷേ പുറത്തേക്ക് വരാൻ പറ്റില്ല അവരുടെ അടുത്തുനിന്ന്. അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ കുറേ കഴിഞ്ഞ് ഇനി ഒക്കെ ക്ലീൻ ചെയ്യാണ്, കുറേ തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴേക്ക് നമ്മൾ പുറത്ത് മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആറിയിടാമെന്നൊക്കെ വിചാരിച്ചിരുന്നു വെയിൽ കണ്ടപ്പം. അങ്ങനെ കുറച്ച് ആറിയൊക്കെ ഇട്ട് പിന്നെ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും മഴക്കാറൊക്കെ വന്നെടുത്ത്. പിന്നെ ചോറിൻ്റെ പണി നടക്കുന്നുണ്ട്, പിന്നെ അകമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്ത് ഇനി തുളയ്ക്കാൻ പോവാണ്. അങ്ങനെ വീഡിയോ ഇന്നത്തെ ഇതൊക്കെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്